ഗായ്സ്, നമ്മൾ ഏകദേശം രാമേശ്വരത്തേക്ക് 100 കിലോമീറ്റർ ബാക്കിലാണ്. അപ്പോൾ ഇത് മധുര രാമേശ്വരം ഹൈവേ ആണിത്. അതിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് 7 മണിക്ക് തുടങ്ങിയതാട്ടോ റൈഡ്. സോറി, ബൈക്കിൽ തന്നെ പോയിട്ട് റൈഡ് എന്നായിരുന്നു. ട്രിപ്പ് ഈ ട്രിപ്പിൽ ഞാൻ ഒറ്റയ്ക്ക് വരുന്നെന്നുള്ളത് നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താ തുടക്കത്തിൽ എടുക്കാണ്ട് ഇപ്പം എടുക്കണമെന്ന് പറഞ്ഞാൽ മുഴുവനും എടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ സംസാരിക്കാന്ന് അല്ല, അവിടെ തൊട്ടെടുത്താൽ ലെങ്താവും വീഡിയോ. അതാണ് ശരി. രാമേശ്വരം എത്തിയിട്ട് ഇവിടെ നിന്ന് നിൽക്കാന്ന് വെച്ചിട്ടാണ്. വേറെ ഒന്നുമില്ല. നമ്മള് രാമനാഥപുരം എത്താറായി. ഏകദേശം തൃശ്ശൂർന്നല്ല, കുന്നോളത്തുനിന്ന് 500 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ രാമേശ്വരം ധനുഷ്കോടി. വണ്ടി ചെറിയ പിക്കപ്പ് ഇഷ്യൂ ഉണ്ട്. അത് മാത്രം കുഴപ്പമില്ല. റണ്ണിങ്ങിൽ കുഴപ്പമില്ല. റണ്ണിങ്ങിൽ ആള് കയറി വരുന്നുണ്ട്. പക്ഷെ പിക്കപ്പ് സ്റ്റാർട്ടിങ് അത് മാത്രം ചെറിയൊരു ലാഗ് ഉണ്ട്. അത് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. DMKയുടെ കൊടിയാട്ടാ അത് പറക്കണത് മുകളില്. കാണുന്നുണ്ടോന്ന് അറിയില്ല നമുക്ക് വ്യൂവില്. മധുരൈ രാമനാഥപുരം ബസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധനമുണ്ട്. രാമനാഥപുരം ടു രാമേശ്വരം പോകുമ്പോൾ നമ്മൾ പാമ്പിൻ്റെ അവിടെ അല്ലെങ്കിൽ അതിന് മുന്നേ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ചേരം റെസ്റ്റ് എടുക്കാം. പക്ഷേ നമ്മൾക്ക് നൈറ്റാണ് സ്റ്റേ വരിക. പിറ്റേ ദിവസം നാളെ തന്നെ തിരിക്കുകയാണ്. വേറെ എവിടേക്കും കറങ്ങണില്ല. അപ്പോൾ അത് കാരണം നമുക്ക് അധികം കറങ്ങാൻ പറ്റില്ല. നമ്മൾ അമ്പലത്തിൽ പോവുക, തൊഴുക, പറ്റിങ്ങി റിട്ടേൺ വരുമ്പോൾ മീനാക്ഷി ടെമ്പിളിലേക്ക് കയറാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ കയറാട്ടോ. ഈ റൂട്ടില്ലേ, ഈ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് രാമനാഥപുരം രാമേശ്വരം വരുമ്പോഴേ എപ്പോഴും ആ മധുര എത്തിക്കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാണ്. ഒക്കെ കുറേ ചെറിയ റോഡുകളും മറ്റേ റൂട്ട് മാപ്പ് മൊബൈലിന് മാപ്പ് ഇടുന്ന കാരണം അറിയുന്നുണ്ട്. ഇല്ലെങ്കിലും കൺഫ്യൂഷനാണ്. ആ ഇതിൽ ബോർഡ് ഒന്നും ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല. രാമേശ്വരം എന്നുള്ള ബോർഡ് എവിടെ ഈ ബോർഡ് എവിടെ എഴുതിയിട്ടുണ്ടാവില്ല. അത് കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. അവിടെ കുറച്ച് ടൈമായി. ഒരു 3/4 മണിക്കൂർ നമ്മൾ മധുരയിൽ സിറ്റിയിൽ തന്നെ കറങ്ങിയിട്ടുണ്ട്. മധുര സിറ്റി ടച്ച് ചെയ്യാതെ തന്നെ വരാൻ പറ്റും. പക്ഷെ അതൊരു 10-20 കിലോമീറ്റർ എക്സ്ട്രാ കറങ്ങേണ്ടി വരും. അത് കാരണമാണ് ഞാൻ
സിറ്റി ഉള്ളിൽ കയറിയിട്ട് വന്നു. എന്താ വെച്ചാൽ റിട്ടേൺ വരുമ്പോൾ നമ്മൾ മീനാക്ഷിയിൽ എന്തെങ്കിലും കയറണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അത് ആ ടൗണിൽ തിരക്ക് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇറങ്ങിയത് അതിൻ്റെ ഉള്ളിൽ കൂടെ. പക്ഷെ കുഴപ്പമില്ല, വലിയ തിരക്കൊന്നുമില്ല. എന്താ വെച്ചാൽ പറയാം, സാറ്റർഡേ സൺഡേ വന്നാൽ നല്ല തിരക്കാവും. അത്ര തിരക്ക് വീക്ക് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ ഇല്ല. ഇതിപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആഗസ്റ്റ് 19-ാം തീയതിയാണ് ഈ ഇന്നത്തെ ഡേറ്റ് കേട്ടോ. റെക്കോർഡാവുണ്ടോ? റെക്കോർഡായില്ലെങ്കിൽ പണിയായി. കുറേ സംസാരിച്ചിട്ടുണ്ട്. വലിയ സ്പീഡിലൊന്നുമല്ല, ഒരു ലിമിറ്റ് സ്പീഡിലാണ് പോണത്. ഓവർ സ്പീഡ് എടുക്കണ്ട. നമുക്ക് CC കുറവുള്ള വണ്ടിയല്ലേ, കംഫർട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ നല്ല പാളിച്ച വരണ്ട വെച്ചിട്ട് അല്ലാതെ സ്പീഡിൽ പോകണില്ല. പറഞ്ഞത് വിശ്വസില്ലെങ്കിൽ എന്താ ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോണത്. അത്ര വലിയ സ്പീഡിലൊന്നും അല്ല പോകുന്നതാ, ആവറേജ് സ്പീഡിലാണ് പോകുന്നുള്ളൂ. ഈ ഹൈവേക്ക് 100-120 പോവാം. പക്ഷെ നമ്മൾ അത്രയൊന്നും പോകില്ല. 80-90 കീപ്പ് ചെയ്യുന്നുണ്ടാവും. കമലഹാസൻ ജനിച്ച സ്ഥലമാണ് പറമ്പക്കുടി. ആ വഴി കൂടെയൊക്കെയാണ് പോവുക നമ്മൾ കേട്ടോ. പറമ്പക്കുടി ടച്ച് ചെയ്യില്ല, പറമ്പക്കുടി ഔട്ടറിൽ പോകും ഈ റൂട്ട്. പറമ്പക്കുടി തന്നെയല്ലേ? മധുരയില്ല, ഒട്ടൻചത്രം വരുമ്പോഴേ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. അങ്ങനെ വണ്ടികളൊക്കെ അങ്ങനെ കുലുങ്ങായിരുന്നു. ചുഴലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റില്ല. മണ്ണിൽ അങ്ങനെ കറങ്ങണ സാധനമല്ലേ, മണ്ണൊക്കെ ഇങ്ങനെ കറക്കിയിട്ട് പോകുന്ന സാധനമൊക്കെ പറന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറി വന്നു നമ്മൾ. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. ഞാനത് പെട്ടെന്ന് അത് കണ്ട് അത് എടുക്കുമ്പോഴേക്കും അത് കഴിഞ്ഞു. കറങ്ങി നിന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഇവിടെ നിന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റ് വരും തോന്നുന്നു. അത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 80 കിലോമീറ്റർ അല്ല 80 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു. അവിടെ നിന്ന് അത് ഡയറക്റ്റ് പാമ്പൻ പാലം വഴി നമ്മൾ ആ രാമേശ്വരം ഐലാൻഡ് തിരിച്ചൗട്ടാവും. പോണതിന് കുറച്ച് സേഫ്റ്റി ഇഷ്യൂ ഉണ്ട്. പക്ഷെ അത് എക്സ്പീരിയൻസ്ഡ് ആളാവുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, അത് ഫീൽ ചെയ്യില്ല. അത് ചിലപ്പോൾ ബുള്ളറ്റിൽ അങ്ങനെ എത്ര ദൂരം പോകുമ്പോൾ എങ്ങനെ പോകണം അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ്ഡ് ആളായെങ്കിൽ അതൊരു പ്രശ്നമേ ഇല്ല. സേഫ്റ്റി ഇഷ്യൂ എന്നുള്ളത് ഒരു പ്രശ്നമില്ല ബുള്ളറ്റിൽ.
തണല്, അതുപോലുള്ള മരത്തിൻ്റെ തണല് കിട്ടും. അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാം. കാറിൽ പോയ ടയർഡില്ല എന്ന് തോന്നല കേട്ടോ. അതിലും ടയർഡൊക്കെ ഉണ്ട്. കാലൊക്കെ വാങ്ങിക്കുന്നുണ്ട് തേങ്ങ. ഇത്ര നേരം ചവിട്ടി ആക്സിലേറ്റർ ചവിട്ടിൻ്റെ കാല് വാങ്ങിക്കുന്നു. പക്ഷെ ഇത്ര കാല് വേദന ഉണ്ടാവില്ല കേട്ടോ ബൈക്കിൽ പോകുമ്പോൾ ചെറുതായിട്ട് തണ്ടൽ വേദന അത് ചെറുതായിട്ടുണ്ടാവും. അത് കുറേ നേരം ഇരിക്കണ കാരണം ഇതിലും പെയിനൊക്കെ ഉണ്ട്. പെയിനില്ലാതൊന്നുമില്ല. കാലില് പെയിനുണ്ട്. കാലിൽ പെയിൻ എന്ന് വെച്ചാൽ ആക്സിലേറ്റർ ചവിട്ടി തോടവിടെ വേദനിക്കുക. കാലിൻ്റെ അടിഭാഗല്ലേ അവിടെ, ആ വിരലിൻ്റെ അവിടെ ചെറിയൊരു പെയിൻ. കാലത്ത് 7 മണിക്ക് എടുത്തതാട്ടോ വണ്ടി കുന്നോളത്തുനിന്ന്. ഇപ്പൊ സമയം മണി 5:15. നമ്മൾക്ക് 80 കിലോമീറ്റർ കൂടി ഓടാണ്ട്. വണ്ടി ഓവർടേക്ക് ചെയ്ത് പോയി നമ്മളതിനെ കുറേ മുന്നേ. തിരുച്ചെന്തൂർ 213. ഇവിടെ തിരുച്ചെന്തൂർ 213 കിലോമീറ്ററാണ്. ഞാൻ സോളോ ആയിട്ട് തന്നെ കേട്ടോ വരുന്നത്. വെറുതെ പറയുന്നല്ല. വണ്ടിയിൽ ആരും ഇല്ല കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ. ടോള് 3 ടോള് കൊടുത്തുട്ടാ. ഇവിടെ മധുര കഴിഞ്ഞിട്ടുള്ള ടോളിലേക്ക് 100 റുപ്യാണ് പിടിച്ചത്. പിന്നെ അതിന് മുന്നത്തെ ടോൾ അത് വെച്ചാൽ ഇത് ഒട്ടൻചത്രം ടോളിൻ്റെ അവിടെ 115 അങ്ങനെ എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ഗ്യാപ്പിൽ തണലുണ്ട് കേട്ടോ. അവിടെ ഒന്ന് സൈഡാക്കാം. കാല് ബാക്കിൽ വരിക. ആക്സിഡൻറ്റിൻ്റെ അവിടെ കാല് ടോണിൻ്റെ അവിടെ കാണിക്കുക. ഇവിടെ ഗ്യാപ്പുണ്ടോ? തണലില്ല. തണലിൽ എന്തിനാ നിർത്തുക വെച്ചാല് ഭയങ്കര കുറച്ചു നേരം നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാ. ഇവിടെ നല്ല വെയിലുണ്ട്. ഇവിടെ മഴയല്ലേ.